ഹലോ ഗായ്സ്, വീട്ടിലിരുന്ന് സ്ട്രെസ് അടിച്ച് പണ്ടാരടങ്ങി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഒന്ന് ചില്ലാവനെ പുറത്തിറങ്ങി. എങ്ങോട്ടൊന്നൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയേ. അപ്പോൾ റോഡിൽ കണ്ട കാഴ്ച കേട്ടോ, ഒരു പപ്പിക്കുട്ടി ഒരു ചേട്ടനെ കാർ എടുക്കാൻ സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. പാവ ചേട്ടാ കുറേ ഹോണൊക്കെ അടിച്ച് നോക്കി, എന്നിട്ട് പിന്നെ അത് പോവാത്ത കാരണം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അതിനെ പറഞ്ഞു വിട്ടിട്ടാണ് കാർ എടുത്തിട്ട് പോയത്. പിന്നെ ഞാൻ ബസ്സിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് റോഡിലോട്ട് പോയത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഞാൻ പോയ ടൈം ഒരു 6 മണിയായി. ബസ്സും ഓട്ടോ ഒന്നും വന്നില്ല. ആകെ കൂടെ റോഡ് ഫുള്ള് ഇലക്ഷൻ്റെ ബഹളവും, എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ചിരിക്കണു, അവർ ജയിപ്പിക്കും ഇവരെ ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയായിരുന്നു റോഡിൽ. അവസാനം പിന്നെ ഊബർ എന്നെ ശരണമെന്ന് പറഞ്ഞു ഊബർ ബുക്ക് ചെയ്തു. ഞാൻ നേരെ, എനിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ് എവിടെ പോകണമെന്ന്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് നേരെ നമ്മുടെ സ്ഥിരം സ്പോട്ടായ അട്ടക്കുളങ്ങര പോയി. ആദ്യം ഒരു ചായ കുടിക്കാമെന്ന് കരുതി, കാരണം ചായ കുടിച്ചാൽ എൻ്റെ മൈൻഡ് ഒന്ന് റിഫ്രഷാണ്. കോഫിയാണ് നോക്കി, പക്ഷേ കോഫി കിട്ടിയില്ല. അവസാനം ചായ കുടിച്ചു. എൻ്റെ സൈഡിൽ തന്നെ ദുൽഖറിൻ്റെ, നമ്മുടെ DQ ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വീഡിയോ എടുത്തിട്ട് നോക്കിയപ്പോൾ കണ്ണാടിക്കൂട്ടിൻ്റെ അകത്ത് നല്ല ചൂട് എന്നാ പറയുക സമോസ ഇരിക്കണത്. അങ്ങനെ ഒരു സമോസ കൂടെ അകത്താക്കി. എന്നിട്ട് നേരെ എനിക്ക് എന്താ മേടിക്കണമെന്നിട്ട് ഒരു ബോധവും ഇല്ലാതെയാണ് അകത്തോട്ട് കയറിപ്പോയത്. ആ നേരത്ത് ഞാൻ നോക്കുമ്പോഴുണ്ട് ഭയങ്കര ക്രൗഡ് ഗൈസ്. ഈ ഷോപ്പൊക്കെ എപ്പോൾ അടയ്ക്കും? തുണിക്കടയൊക്കെ, ജുവല്ലറി ഷോപ്പൊക്കെ 7-7:30 ആകുമ്പോഴൊക്കെ അടയ്ക്കുമെന്ന് ഞാൻ ഗൂഗിളൊക്കെ തപ്പി നോക്കിയപ്പോൾ കണ്ടേ. പിന്നെ ഇതിൻ്റെ അകത്തൊരു ട്രാക്ക് ഷൂട്ട് ചുമ്മാതെ പോയി നോക്കി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ട്രാക്ക് ഷൂട്ട് എനിക്ക് കിട്ടിയില്ല. അവസാനം അവിടെ നിന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട്, പോട്ടേന്നല്ല, എൻ്റെ എനിക്ക് ടീഷർട്ടൊന്നും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതിപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യണോണ്ടേ അധികം വില കൂടിയതൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് ഒരു ടീഷർട്ട് മേടിച്ചു, ബ്ലൂ കളറ്. അപ്പോൾ അത് മേടിക്കണതിന് മുമ്പാണ് ഈ കണ്ണാടീൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട്, ഇതിനിപ്പോൾ ഒരു റീൽസായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു കുറേ ഷോ ഓഫാണ്. ഈ ക്ലിപ്പച്ച കളർ പാൻറ്റും കൊടും പിങ്ക് കളറിലെ ടീഷർട്ടും. ഞാൻ നോക്കുമ്പോഴുണ്ട് എല്ലാവരും അയ്യോ ഇതേതാന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കുക, കാരണം ഭയങ്കര ഫ്ലൂറസെൻ്റ് കളറല്ലേ, പെട്ടെന്ന് എവിടെ നിന്നാലും അട്രാക്റ്റ് ആവും. അപ്പോൾ ആ ടീഷർട്ട് മേടിച്ചിട്ട് ഞാൻ നേരെ മുകളിലോട്ട് പോയി. എന്തിനാന്ന് വെച്ചാൽ ഒരു ചെയർ മേടിക്കാൻ, എനിക്കല്ല കേട്ടോ, ഇവിടെ വീട്ടിലുള്ള മിന്നുമോൾക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു ചെയർ, കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളൊരു ചെയർ. അപ്പോൾ അത് നോക്കിയപ്പോൾ 300ൻ്റെ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു യെല്ലോ കളർ ചെയർ അവൾക്ക് മേടിച്ചു, അവൾക്ക് ഇരിക്കാൻ. എന്നിട്ട് തിരികെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ഊബർ ബുക്ക് ചെയ്യാനൊന്നും നിന്നില്ല, ഓട്ടോയിൽ തിരികെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം. അപ്പോൾ ഞാൻ ചേട്ടനോട് ഒരു സൈഡിലെ ജ്യൂസ് ഷോപ്പ് കണ്ടപ്പോൾ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഒരു 20 രൂപ കൊടുത്ത് ഒരു ലൈം ജ്യൂസ് കുടിച്ചു. പോയോ, ലൈം ഭയങ്കര കട്ടക്കയ്പ്പായിരുന്നു. എന്താ ലൈമിന്, ഞാൻ എന്നിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താ ഭയങ്കര കയ്പ്പ്, അത് ഒന്നും ചേർത്തിട്ടില്ലല്ലോ, മോള് കുടിച്ചോളൂ എന്ന്. പിന്നെ എന്ത് ചെയ്യാനാണ്, മേടിച്ച് പോയില്ലേ. അവസാനം അതും കുടിച്ചിട്ട് റോഡിൽ കൂടെ ഞാൻ നേരെ വീട്ടിലോട്ട് പോണ വഴിക്കൊക്കെ നിറയെ ലൈറ്റ് വാരിയിട്ടിരിക്കും, എവിടെയോ ഉത്സവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ശരി ഗൈസ്, അവസാനം ഞാൻ വീട്ടിലെത്തിട്ടോ. ബൈ.